ഹായ് ഓൾ, ദിസ് ഈസ് അമൽദ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത് വിത്ത് അപ്രൂവൽ ഫ്ലോ. നമ്മൾ ഓൾറെഡി അപ്രൂവൽ ഫ്ലോ പർച്ചേസസിൻ്റെ അപ്രൂവൽ നമ്മൾ ഇനേബിൾ ചെയ്തിട്ടുണ്ട് സോഹോ ബുക്സിൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്ത് അത് അപ്രൂവ് ചെയ്ത് then അത് നമ്മൾ നമ്മുടെ ബുക്സിലേക്ക് ഓപ്പൺ ചെയ്ത് വെക്കുന്നതാണ് നോക്കുന്നത്. അതിനായിട്ട് ബിൽസ് എന്നുള്ളത് എടുക്കുന്നു, ദെൻ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ വെണ്ടറിനെ ചൂസ് ചെയ്യുന്നു. GST ട്രീറ്റ്മെൻറ്റ് രജിസ്റ്റേർഡ് കൊടുക്കുന്നു, അപ്ഡേറ്റ്, ദെൻ സോഴ്സ് ഓഫ് സപ്ലൈ, ബിൽ നമ്പർ നമ്മൾ കൊടുക്കുന്നു, ബിൽ ഡേറ്റ് കൊടുക്കുന്നു, പ്രൊഡക്റ്റ്, സേവ് ആസ് ഡ്രാഫ്റ്റ്. ഇവിടെ നമ്മളൊരു ബില്ല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അപ്രൂവൽ ഫ്ലോ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, നേരെ ഇത് ബില്ല് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവുകയാണ്. ഇതിപ്പോൾ അപ്രൂവൽ ഫ്ലോ ഉള്ളതുകൊണ്ട് ഡ്രാഫ്റ്റ് സ്റ്റേജിലാണ്. ഇവിടെ നമുക്ക് സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. നമ്മൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഇനി നമ്മൾ ആരാണോ ഇത് അപ്രൂവ് ചെയ്യേണ്ടത് അവരുടെ വിൻഡോയിൽ വരുന്ന സ്ക്രീൻ ആയിരിക്കും ഇത്. അവർക്ക് എന്ത് ചെയ്യാം, അപ്രൂവ് ദിസ് ബിൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യാം, ഈ ബില്ല് ചെക്ക് ചെയ്തിട്ട് ഇതെല്ലാം കറക്റ്റ് ആണെന്ന് കാണുകയാണെങ്കിൽ ഇത് അപ്രൂവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്രൂവ് കൊടുത്തു. അപ്പം നമുക്ക് കാണാൻ പറ്റും ഇന്ന പേഴ്സൺ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പേഴ്സണാണ് ഇത് അപ്രൂവ് ചെയ്തിട്ടുള്ളതെന്ന്. ഈ ബില്ലിൻ്റെ സ്റ്റാറ്റസ് മാറി ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി പേയ്മെൻറ്റ്, നമുക്ക് ഈ ബില്ല് പേയ്മെൻറ്റിനായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തായിട്ടുണ്ട്. നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്.